ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതേ ലോകത്തെ വിസ്മയിപ്പിച്ച കെ-പോപ്പ് രാജാക്കന്മാർ BTS തങ്ങളുടെ ഔദ്യോഗിക തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനിക സേവനത്തിന് ശേഷം 7 അംഗങ്ങളും ഒന്നിക്കുന്ന ആ വലിയ നിമിഷത്തിന്റെ പേര് അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. അനുരാഗ്. വെറും ഒരു ആൽബം എന്നതിലുപരി ഇത് സംഗീത ലോകത്തെ പുതിയൊരു ചരിത്രമാകുമെന്നാണ് വിലയിരുത്തുന്നത്. അനുരാഗ് എന്നത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു വാക്കല്ല. ഇത് കൊറിയയുടെ അനൗദ്യോഗിക ദേശീയ ഗാനമായി കണക്കാക്കപ്പെടുന്ന ഒരു പുരാതന ഫോക്ക് സോങ് ആണ്. കൊറിയൻ ജനതയുടെ സന്തോഷവും സങ്കടവും പ്രതിരോധവും എല്ലാം ഈ വാക്കിലുണ്ട്. BTS തങ്ങളുടെ കംബാക്ക് ആൽബത്തിന് ഈ പേര് നൽകുന്നതിലൂടെ വ്യക്തമാകുന്നത് ഒരൊറ്റ കാര്യമാണ്: തങ്ങളുടെ വേരുകളിലേക്കുള്ള തിരിച്ചുപോക്ക്. വിശ്വപൗരന്മാരായി മാറുമ്പോഴും തങ്ങൾ ജനിച്ചു വളർന്ന കൊറിയൻ സംസ്കാരത്തെ ലോകത്തിന് മുൻപിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാനാണ് ജിൻ, സുഗ, ജെഹോക്, ജിമിൻ, ബി, ജംഗുക് എന്നിവർ ലക്ഷ്യമെടുത്തത്. BTS ഇല്ലാത്ത കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ ആർമിക്ക് അത്ര സുഖമുള്ളതായിരുന്നില്ല. ഓരോ അംഗങ്ങളും തങ്ങളുടെ രാജ്യത്തിനായുള്ള നിർബന്ധിത സൈനിക സേവനത്തിനായി പോയപ്പോൾ BTS എന്ന പൂർണ്ണ രൂപത്തെ ആരാധകർ മിസ് ചെയ്തു. എന്നാൽ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. എല്ലാ അംഗങ്ങളും യൂണിഫോം അഴിച്ചുവെച്ച് വീണ്ടും സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ ഊർജം ഇരട്ടിയാകും. അനുരാഗ് എന്ന ആൽബം ഈ ഒത്തുചേരലിന്റെ ആഘോഷമാണ്. തങ്ങൾ കടന്നുപോയ അനുഭവങ്ങളും ഏകാന്തതയും ആരാധകരോടുള്ള സ്നേഹവും ഈ പാട്ടുകളിലൂടെ അവർ പങ്കുവെക്കുമെന്ന് ഉറപ്പാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അനുരാഗ് ഒരു മൾട്ടി ജോണർ ആൽബമായിരിക്കും. ഹിപ് ഹോപ്പ്, പോപ്പ് കൂടാതെ കൊറിയൻ ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ചേർന്നുള്ള പരീക്ഷണങ്ങളും ഇതിൽ പ്രതീക്ഷിക്കാം. ഓരോ അംഗത്തിന്റെയും വ്യക്തിഗതമായ വളർച്ച വ്യക്തമാക്കുന്ന സോളോ പാട്ടുകൾ, BTSന്റെ വ്യത്യസ്ത യൂണിറ്റുകൾ ഒന്നിച്ചുള്ള ഗാനങ്ങൾ, കൊറിയൻ കൊട്ടാരങ്ങളും പാരമ്പര്യ വസ്ത്രങ്ങളും ആധുനിക ഫാഷനും ഒത്തുചേർന്നുള്ള അതിശയിപ്പിക്കുന്ന മ്യൂസിക് വീഡിയോകളും BTS ഇത്തവണ ആരാധകർക്കായി ഒരുക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്ത. BTSന്റെ ഒരു പ്രഖ്യാപനം മതി ലോകത്തെ മ്യൂസിക് ചാർട്ടുകൾ മാറിമറിയാൻ. അനുരാഗ് വരുന്നതോടെ ബിൽബോർഡ് ചാർട്ടുകളിലും സ്പോട്ടിഫൈയിലും റെക്കോർഡുകൾ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വെറും ഒരു കൊറിയൻ ആൽബമല്ല, മറിച്ച് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംഗീതപരമായ സംഗമമായിരിക്കും. ആഗോള വിപണിയിൽ കൊറിയൻ സംസ്കാരത്തെ വീണ്ടും ഒന്നാമതെത്തിക്കാൻ BTS എന്ന ബ്രാൻഡിന് ഈ ആൽബത്തിലൂടെ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആരാധകർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകൾ കൊണ്ട് ലോകം കീഴടക്കി കഴിഞ്ഞു. 7 നക്ഷത്രങ്ങൾ വീണ്ടും ഒന്നിച്ചു തെളിയാൻ പോകുന്നു. അനുരാഗ് എന്ന ആൽബത്തിലൂടെ BTS പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. ആർമിക്ക് ഇത് കേവലം സംഗീതമല്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ടവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീതിയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം BTSന്റെ ആ തിരിച്ചുവരവിനായി.